ഇനി സെൽഫായിട്ട് മെഡിക്ലെയിം 25,000 രൂപ വരെയും, ഇനി ഞാൻ സീനിയർ സിറ്റിസൺ ആണെങ്കിൽ 50,000 രൂപ വരെയും ഉള്ളൊരു ഡിഡക്ഷൻ കിട്ടും. പിന്നെ ഉള്ളൊരു ഡിഡക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ പാരൻസിൻ്റെ മുകളിലുള്ള മെഡിക്ലെയിമാണ്. പാരൻസ് സീനിയർ സിറ്റിസൺ ആണെങ്കിൽ 50,000 രൂപയും, സീനിയർ സിറ്റിസൺ അല്ല എന്നുണ്ടെങ്കിൽ 25,000 രൂപ എക്സ്ട്രാ പിന്നെയും മെഡിക്ലെയിമിൻ്റെ കൂട്ടത്തിൽ നമുക്ക് എന്ത് ചെയ്യും, ഡിഡക്ഷൻ കിട്ടും. ഇനി മെഡിക്ലെയിം ഇല്ലാത്ത സീനിയർ സിറ്റിസണായ ഇപ്പോൾ സ്വന്തമായിട്ട് ഒരു എക്സ്പെൻസ് വന്ന ഒരാളാണെങ്കിൽ അത് 50,000 രൂപ. ഇനി പാരൻസ് അവർക്കും എന്തില്ല, മെഡിക്ലെയിമോ ഒന്നുമില്ല, പക്ഷേ എന്ത് ചെയ്തു, ഒരു മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ് എടുക്കേണ്ടി വന്നു, അവർക്ക് ചിലവായ തുകയുണ്ടെങ്കിൽ 50,000 രൂപ വരെയും പിന്നെയും എന്ത് ചെയ്യാൻ പറ്റും, ഡിഡക്ഷൻ ക്ലെയിം ചെയ്യാൻ പറ്റും. ക്യാൻസർ പോലെയുള്ള മാരകമായ ഗവൺമെൻറ് ലിസ്റ്റ് ചെയ്ത ഒരു ലിസ്റ്റ് ഓഫ് ഡിസീസസ് ഉണ്ട്. ആ ഡിസീസസിന് വേണ്ടിയിട്ട് ഞാൻ ചിലവാക്കിയ എമൗണ്ട് ഉണ്ടെങ്കിൽ 40,000 രൂപ അവിടെയും എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡിഡക്റ്റ് ചെയ്യാൻ പറ്റും. ഈ എമൗണ്ട് കിട്ടുന്നത് എനിക്കും എൻ്റെ മേൽ ഡിപ്പെൻഡൻ്റ് ആയിട്ടുള്ള എൻ്റെ ഫാമിലി മെമ്പേഴ്സിനും കിട്ടും. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ആ തുക ചിലവാക്കിയ വ്യക്തി, അതായത് ഞാനല്ല, ഇപ്പം ഞാൻ ചിലവാക്കിയത് പാരൻസിനാണെങ്കിൽ പാരൻസ് 60 വയസ്സിൽ കൂടുതലുണ്ടെങ്കിൽ ഈ തുക 40,000 പകരം 1,00,000 രൂപ റീപേയ്മെൻറ്റ് കിട്ടുന്നതാണ്. പിന്നെ